ചെയ്താലും വെറുതെ വിടാത്ത കുറെ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട് ഇവിടെ. ഇത് നിങ്ങളുടെ സ്വന്തം ജാസ്മിൻ കുട്ടി പറഞ്ഞ ഡയലോഗ്. ജാസ്മിൻ കുട്ടിയുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ, അതായത് ഇന്ന് 25-ാം തീയതി രാത്രി, അപ്പോഴാണ് 25-ാം തീയതി രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 26-ാം തീയതി നിങ്ങൾ ഇത് കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ വീഡിയോ, ഈ ജാസ്മിൻ കുട്ടിയെ വെച്ച് ഒരു വീഡിയോ ഇനി വേണ്ട എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം ഈ ജാസ്മിൻ കുട്ടി ഈ 25-ാം തീയതി ഇട്ട വീഡിയോയിൽ ജാസ്മിൻ കുട്ടി പറയുന്നുണ്ട്, ഞാൻ കുറച്ചേ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ജാസ്മിൻ കുട്ടി പറയുന്നു, എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലായി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടി ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഓ കുട്ടി നന്നായി, ഇനി എന്തിനാ വെറുതെ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇനി അതിന്റെ പുറകെ വേണ്ട എന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എടാ നീ ജാസ്മിന്റെ വീഡിയോ കണ്ടോ? ഞാൻ പറഞ്ഞു, അണ്ണാ കണ്ടടാ, കുറച്ച് കണ്ടടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനോട് പറയുക, എടാ മൊത്തം കാണു, അടിപൊളിയാന്ന് പറഞ്ഞു, കമന്റ് ബോക്സ് നോക്കണേന്ന് പറഞ്ഞു. അവൻ ആ പറഞ്ഞതിനകത്ത് ഒരിക്കലും കാര്യം മനസ്സിലായി, നല്ല തെറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സ് അധികം നോക്കാൻ പോയില്ല, നേരെ മറിച്ച് ആ വീഡിയോ മൊത്തം കണ്ടു. അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് ഈ സുന്ദരിക്കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് പറഞ്ഞല്ലോ, അത് പറയാനുള്ള ഒരു സാഹചര്യം, ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം മരിച്ചു, ട്രിവാൻഡ്രംകാരി ഒരു പെൺകുട്ടി. അപ്പൊ ഈ കുട്ടി മരിക്കുന്നത് വരെ ഈ കുട്ടിയെ പറ്റി സോഷ്യൽ മീഡിയയിലൊന്നും ചർച്ചകൾ വന്നിട്ടില്ല. അതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഈ കുട്ടി എന്തിനു മരിച്ചു, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ആ വിഷയവും ഈ ജാസ്മിൻ കുട്ടി, ഈ ഒരു പ്രസ്തുത ബിഗ് ബോസിൽ പോയി നല്ല പേര് കേട്ട ആ കുട്ടിയുടെ വിഷയവും, ആ കുട്ടിയെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നത് വെച്ച് മറ്റേ കുട്ടിയുടെ ആ കുട്ടിയെ പറഞ്ഞതും അത് നേരെ ഈ ജാസ്മിൻ കൊച്ചിന്റെ സൈബർ അറ്റാക്കുമായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ടാണ് ജാസ്മിൻ കൊച്ച് ഈ ഒരു ഡയലോഗ് അവിടെ അടിച്ചത്. അപ്പൊ എനിക്ക് തോന്നി ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. കാരണം ആ ഒരു പെൺകുട്ടി മരിച്ചതിന് ആ ഒരു വിലയുണ്ട് ആ കുട്ടിക്ക്, ആ മരിച്ചൊരു കുട്ടിക്ക്. അത് പോയി, പോയൊരു അത് ഷീസ് പാസ്ഡ് അവേ. സോ അങ്ങനെ ഒരാളെ വീണ്ടും നിന്നെ വെളുപ്പിക്കാൻ വേണ്ടി നീ ഇറക്കിക്കൊണ്ട് വന്ന് സംസാരിച്ചത് ജാസ്മിൻ മോളെ വെറും ചെറ്റത്തരം. ഓക്കെ, അത് ചെറ്റത്തരം തന്നെ, നീ അത് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. നിനക്ക് നാട്ടുകാരുടെ സഹതാപം മേടിക്കാനായിട്ട് നീ ആ പരിപാടി കാണിച്ചത് മാമൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മാമൻ വിചാരിച്ചു, മാമൻ നോക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഒന്നുകൂടെയും കണ്ടു. അപ്പൊ ആദ്യമേ കേട്ടപ്പോഴേ എനിക്ക് 1-2 പോയിന്റ്സ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു താങ്ങാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നിന്റെ ആ ഒരു നല്ല കുഞ്ഞായതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വേണ്ട പോട്ടെ. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, താങ്ങിയേ പറ്റൂ. എന്റെ മുന്നിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയും. അതിനകത്ത് ആദ്യത്തെ കാര്യം, ഒരുത്തനും ഇന്ന് കുറെ ചേട്ടന്മാര് റിയാക്ട് ചെയ്യുന്ന കണ്ടു, പക്ഷെ അവിടെ ഒന്നും ഈ ചേട്ടന്മാര് ഈ ഒരു പോയിന്റ് പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ പാവം ചേട്ടൻ, ഈ സൈക്കോ കുട്ടൻ ചെറുതായിട്ട് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം സൈക്കോ കുട്ടനോടെ പറയാം. സംഗതി വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് ലൈഫിനെ പറ്റി. ബിഗ് ബോസ് ലൈഫ് എനിക്കൊരു ക്ലെൻസിങ് ആയിരുന്നു. ബിഗ് ബോസ് വീടിനകത്തും ഈ ഒരു ക്ലെൻസിങ്ങിന്റെ കാര്യം എവിടെ നിന്ന് ഒന്ന് ആലോചിച്ചോണം. ഈ ക്ലെൻസിങ് എന്ന വേർഡ് വേറൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയും ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആ ഒരു ജാസ്മിൻ കുട്ടിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. അത് വേണ്ടടാ. ചിലപ്പോൾ കൊച്ചു ചിലപ്പോൾ വന്നിട്ട് മറ്റേ എന്താണ് സ്ട്രൈക്കും പരിപാടിയൊക്കെ ചിലപ്പോൾ നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. വയ്യടാ, ജീവിച്ച് പൊക്കോട്ടെ കുട്ടി. അതുകൊണ്ട് ഞാൻ അതൊന്നും വെക്കുന്നില്ല. കുത്തിയിരുന്ന് ഞാൻ കുട്ടി പറഞ്ഞ ഡയലോഗ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. സംശയമുള്ള ആളുകൾക്ക് ഇനി മാമൻ ഇനിയും ഉണ്ടാക്കി ഇറക്കിയെന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് പോയി കൊച്ചിന്റെ വീഡിയോ കാണാം. അപ്പൊ കൊച്ചു പറയുന്ന ഒരു കേസാണ്, ബിഗ് ബോസ് ലൈഫ് ക്ലെൻസിങ് ആയിരുന്നു. ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപാട് പേരെ ക്ലെൻസ് ചെയ്യാൻ പറ്റി എന്നൊക്കെ. മോളെ, ഈ ക്ലെൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് കുഞ്ഞിനറിയാമോ? ക്ലെൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ സെൽഫ് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധീകരണം. അതാണ് സെൽഫ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം. അപ്പൊ കുഞ്ഞ് പറഞ്ഞത് എന്താ? ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപാട് പേരെ ശുദ്ധീകരിക്കാൻ പറ്റിയെന്നോ? അല്ല, മനസ്സിലായില്ല. അപ്പൊ കുഞ്ഞെന്താ ശുദ്ധീകരിക്കുന്ന ഒരാളാണോ മോള്? മോൾക്ക് തെറ്റി, മോളുടെ കയ്യിൽ നിന്ന് അവിടെ പോയി. ഇതാരും ശ്രദ്ധിച്ചില്ല. ഈ വാക്ക് മോൾക്ക് കിട്ടാൻ കാരണം, മോൾ ഈ ലൈവ് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് നമ്മുടെ മറ്റേ ചേട്ടനുമായിട്ടിരുന്ന് സംസാരിച്ച ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് കാണും. അതൊക്കെ വെച്ചിട്ടായിരിക്കും മോള് വീഡിയോ ചെയ്യാനിരുന്നത്. ആ ചേട്ടന്റെ വായിൽ നിന്ന് വീണു. അപ്പോഴും നിങ്ങളോട് സംസാരിച്ചപ്പോഴും ആ ഒരു വാക്ക് വീണ് കാണും. മോള് നേരെ ആ വാക്കും പിടിച്ചിരുന്ന് മോളുടെ വീഡിയോയിൽ വന്നിരുന്ന് അങ്ങ് തള്ളി. അത്രേ ഉള്ളൂ. അർത്ഥം പോലും അറിയാതെ അങ്ങ് തള്ളി, അല്ലേ? ഇല്ലെങ്കിൽ വേറൊരു കാര്യം മാമൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് എന്തായിരുന്നു, ഏതൊരു വാക്ക് ഭരണോ എന്തോ ഒരു കാര്യം, എന്തോ ഭായും പായും മോക്ക് തെറ്റിപ്പോന്ന് ഞാൻ ശ്രദ്ധിച്ചു ഈ ഒരു വീഡിയോയ്ക്കകത്ത്. ഭായും പായും മര്യാദയ്ക്ക് പറയാൻ വയ്യാത്ത മോളെ സെൽഫ് ക്ലെൻസിങ്ങിനെ പറ്റി പറയുന്നു.
അത് പറഞ്ഞത് എന്താ? ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപാട് പേരെ ഞാൻ ക്ലെൻസ് ചെയ്തു, ശുദ്ധീകരിച്ചു. തെറ്റിപ്പോയി. മാമൻ പറഞ്ഞു തന്നിരുന്നു മോക്ക് ആ ഒരു വേർഡ്. പക്ഷെ മോൾ ഉദ്ദേശിച്ച വെച്ച സ്ഥലം, അത് പോയിന്റ് ചെയ്ത് വെച്ച സ്ഥലം മാറിപ്പോയി. ഇത് കുറെ ചേട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ സൈക്കോക്കുട്ടൻ അത് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ കാണുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. മോൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഒരു കാര്യം, ജാസ്മിൻ കുഞ്ഞ് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ജാസ്മിൻ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന്. ജാസ്മിൻ കുട്ടിയുടെ ഡാഡി കൂളിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ വിവി പറയാം, അങ്ങോട്ടൊക്കെ വരാം, വെയിറ്റ്. അപ്പം വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ അത് കിടപ്പുണ്ട്, ഒന്ന് പോയി നോക്കിയാൽ മതി. അതിനകത്ത് ജാസ്മിന്റെ ഫാദർ പറയുന്നത് ജാസ്മിൻ കുച്ചിന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാം ഞങ്ങൾ ഉറപ്പിച്ചു. നിശ്ചയം, എൻഗേജ്മെന്റ് എന്ന് പറയുന്നില്ല, നിശ്ചയം എന്നാണ് കേട്ടോ പറയുന്നത്. പ്രോപ്പർ വേർഡ് ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ഞാൻ വാക്ക് മാറ്റി. നമ്മൾ വേറെ കള്ളം വയ്യടെ. നിശ്ചയം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ എന്ത് വിശ്വസിക്കണം കുഞ്ഞേ? മോള് പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കണോ? മോളുടെ വാപ്പ നേരത്തെ പറഞ്ഞ നിശ്ചയം കഴിഞ്ഞു എന്ന് വിശ്വസിക്കണോ? അതുമേ വാപ്പയും മോളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്നിട്ട് വന്നിട്ടിരുന്ന നാട്ടുകാരുടെ തള്ള്. ഓക്കെ, അപ്പൊ അടുത്തത് പടച്ചോനെല്ലാം കാണുന്നുണ്ടെന്നൊക്കെ മോള് പറയുന്നുണ്ടായിരുന്നു. പടച്ചോനെല്ലാം കാണുന്നുണ്ടായിരുന്നു മോളെ. അതാണ് മോള് പണി കിട്ടിയത് മൊത്തം അതാണ്. ജനങ്ങളെയോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തൻ ചെറ്റത്തരം കാണിച്ചു, അത് അവൻ ഇന്ന് വന്ന് വെളുപ്പിക്കുന്നുണ്ട് നമുക്ക്. ആ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങള്, പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്വന്തം സായിക്കുട്ടൻ, ഇപ്പൊ കുറെ തെറിയായിരിക്കും, എന്റെ പൊന്നു കൂട്ടുകാരെ, തെറിയൊന്നും പറയാനില്ല, നിങ്ങളുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സായിക്കുട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി വെക്കട്ടെ. അതൊക്കെ നമുക്കിന്ന് കേൾക്കാം. ഇതെല്ലാം ഞാനിത് വെക്കുന്നുണ്ട്, പക്ഷെ അധികം ഒന്നുമില്ല കേട്ടോ, കുറച്ചേ വെക്കത്തുള്ളൂ. വയ്യടേ, എനിക്ക് വെറുത്തു തുടങ്ങി. കാരണം അവന്മാര് തന്നെ പറഞ്ഞു രണ്ട് ഉടായ്പാണ്. രണ്ടിന്റെ വീഡിയോക്കകത്ത് വന്നിരുന്ന് രണ്ടും പറയുക ഞങ്ങൾ രണ്ട് ഉടായ്പാണെന്ന്. ഇത് ഞാൻ ഇന്നലെ തൊട്ട് നിന്നോടൊക്കെ പറയുന്നില്ലേടേ നാട്ടുകാരെ, അവന്മാർ രണ്ടും കണക്കാണെന്ന്. രണ്ടും വന്നിരുന്ന് പറയുന്നു രണ്ടിന്റെ വീഡിയോയിൽ. കാരണം രണ്ടിന് പേടിയാ. ഇനി വിവിക്കൊരു പേടി, ഇനി ഞാൻ ഉടായ്പല്ല എന്ന് പറഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലും ഇട്ടാൽ ഞാൻ പെടുവോ? ഈ പുള്ളിക്കും അത് തന്നെ പേടി. ഇനി ഞാൻ നല്ല കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലും ഇട്ടാൽ ഞാൻ പെടുവോ? ഇങ്ങനത്തെ പേടികളുണ്ട് ചേട്ടന്മാർക്ക്. അപ്പൊ അങ്ങോട്ട് വരാം. അപ്പൊ ഈ ഒരു കാര്യം പടച്ചോനെല്ലാം കാണുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷോ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ. ഷോ കാണിക്കുന്നത് സംഗതി എന്താണെന്ന് അറിയാമോ? ചേച്ചി ഒരു സ്ഥലത്ത് പറയുന്ന കേട്ടു, അതായത് എന്താ ഈ ഷോ, ബിഗ് ബോസ് ഷോ ക്രൂ അവന്മാര് എല്ലാ കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കുന്നത്, അവര് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ചേച്ചിയുടെ നല്ല കാര്യങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. മോളെ, നിന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാ, ലൈവൊക്കെ കാണുന്നതല്ലേ, പൊട്ടന്മാരല്ല. പകുതി മുക്കാലും ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കൂടുതൽ ഇനി അവർ വല്ലതും ഒളിപ്പിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും കൂടി അവർ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ കാണണോ? അതൊന്നും കാണാൻ ഞങ്ങൾക്ക് വയ്യ മോളെ, കണ്ടതത്ര മതി കേട്ടോ. ഇങ്ങനെ വന്നിരുന്ന അവിടെ വേറെയാ കാണിച്ച, അതൊന്നും പുറത്ത് കാണിച്ചില്ല എന്നൊന്നും പറയല്ലേ. നാറും നീ തന്നെ കിടന്ന്. പിന്നെ ഒരു ചെളിവെള്ളത്തിന്റെ ഒക്കെ കഥ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ചെളിവെള്ളം? അയ്യോ, ഞാൻ ചെളിവെള്ളം എന്ന് എഴുതിയിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചില്ലല്ലോ അവിടെ. പിന്നെ ചെളിവെള്ളം കിടക്കുമ്പം, ഞാനൊരു സ്ഥലത്ത് കിടക്കുമ്പം അവിടെ വെള്ളം കുടിക്കാനില്ല, അവിടെ ചെളിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ചെളിവെള്ളം കുടിക്കും, നിങ്ങൾ കുടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സംഗതി വേറൊന്നുമല്ല, അതിനകത്ത് പോയപ്പോഴത്തേക്ക് പെട്ടുപോയി, മൈൻഡൊക്കെ പോയി, അങ്ങനെയാണ് ഇങ്ങനെ കാണിച്ചത്. മോളെ, മാമന് വേറൊന്നും പറയാനില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തൊക്കെ കയ്യിൽ നിന്ന് പോയതാന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പുള്ളകളല്ലേ പുള്ളേ. മനുഷ്യന് വികാരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. മോളുടെ കയ്യിൽ നിന്ന് പോയി മോക്ക് അവിടെ ഒരാള് ഒരു സപ്പോർട്ട് വേണമായിരുന്നു, നമുക്ക് മനസ്സിലാകും, മാമൻ മനസ്സിലാക്കാം. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അത് വന്നിട്ട് പുറത്തിരുന്നിട്ട് വീണ്ടും അതിനെ വെളുപ്പിക്കാനും ജനങ്ങൾ കണ്ടതൊക്കെ അയ്യോ നമ്മളൊക്കെ പൊട്ടന്മാരെ എന്ന് പറയരുത്. അപ്പൊ മോള് പെടും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കൂടെ നടക്കുന്ന ചില ചേട്ടന്മാരോടും പറഞ്ഞേക്ക് വെളുപ്പിക്കാൻ നടക്കണ്ട മോളെ, പാള് വന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ കാര്യം പറയുന്നത്. ഞാൻ ഇത് വീണ്ടും എനിക്ക് പറയാൻ താല്പര്യമില്ല. അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് കുഞ്ഞെ. നിന്റെ സിറ്റുവേഷനും വേറൊരാളുടെ സിറ്റുവേഷനും വെച്ച് അതും ആ കുട്ടി പോയി, അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യരുത് ദൈവത്തെ ഓർത്ത്. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. കൂടുതലൊന്നും ഞാൻ ഇനി പറയാനില്ല. ഉടായിപ്പടെ വെളുപ്പിക്കാൻ വേണ്ടി വന്നത് അത്രേ ഉള്ളൂ. പിന്നെ എന്താ വേണ്ട, ഇത്രേ ഉള്ളൂ. ചേച്ചിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിതേ എന്റെ കണ്ണി കണ്ടു കുറച്ച് കാര്യങ്ങൾ പറയണ്ടെന്ന് ഞാൻ വെച്ച് വിട്ടു. അപ്പത്തേക്ക് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് പൂർത്തീകരിച്ച് ഞാൻ മതിയായി. ഇനി നമുക്ക് വിവിച്ചേട്ടൻ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വിവിച്ചേട്ടനും സായിച്ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. ഞാൻ പറയുന്നു ഞാൻ വീഡിയോ എടുത്ത് മറ്റേ വോയിസ് കോളിൽ പുറത്തു വിടും, അപ്പറേ ചേട്ടൻ പറയുന്നു ഞാൻ കൂടുതൽ തെളിവുകൾ വിടും. ഇന്ന് ചേട്ടൻ, നമ്മുടെ സായിച്ചേട്ടനുമായിട്ടൊരു വീഡിയോ ഇട്ടു കേട്ടോ. ഇന്നലെ 2 വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ തെളിവുകൾ ഞാൻ വെറും ദിവസങ്ങളിൽ എടുത്ത് ഇടുമെന്നൊക്കെ. പക്ഷെ തെളിവുകളൊന്നും കണ്ടില്ലടേ.
അതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്തോ അണ്ണൻ എന്തായാലും തെളിവുകളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. ഇന്നലത്തെ മറ്റേ ആ ഒരു മൈൻഡിൽ അത് പറഞ്ഞു. ഇന്ന് വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് പറയും, ഇന്നലെ സീക്രട്ട് ഏജന്റ് ആയിരുന്നു, ഇന്ന് വന്നപ്പം സായി കണ്ണാപ്പി ആയിപ്പോയി. അപ്പൊ സായി കണ്ണാപ്പി എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണല്ലോ. അപ്പൊ നല്ല മനുഷ്യൻ ഇങ്ങനത്തെ തെളിവുകളൊന്നും വേണ്ട, ഞാനൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇടുന്നതൊന്നും കണ്ടില്ല. എന്തായാലും then രണ്ടുപേരും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്കറിയാം, വെറുപ്പിക്കത്തില്ല, അധികം ലെങ്ത് ആക്കുന്നില്ല. ഉടായിപ്പാടയല്ല, അത് അവരുടെയൊക്കെ വായിന്ന് തന്നെ വീണു. ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നെ. ഞാൻ വെറും കുറെ ചേട്ടന്മാരുണ്ട് കമന്റ് ബോക്സിൽ, നീ തുമ്മ തള്ളുന്നേ അല്ലേ, അവന്മാര് തന്നെ പറഞ്ഞില്ലേടേ. സായി വന്നിട്ട് പറയുന്നു ഞാനൊക്കെ ഉടായിപ്പാടാ. എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ഈ സായി വിവിയൊക്കെ ഉടായിപ്പാണ്, ഞങ്ങൾ ഉടായിപ്പാണ്, ഞങ്ങൾ വലിയ മാന്യന്മാരല്ലാന്ന് പറയാൻ നേരത്ത് ഈ ഉടായിപ്പായിട്ടുള്ള നിങ്ങളാണ് ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ കുറ്റങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് അവര് ചെയ്യുന്ന തെറ്റാണ്, ഇവര് ചെയ്യുന്ന തെറ്റാണെന്നും പറഞ്ഞിരുന്ന വീഡിയോ ആയിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അപ്പൊ ഈ കാണുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, അവന്മാര് പൊട്ടന്മാരാണോ? അല്ല എനിക്കറിയാം, അല്ല അവരെ നിങ്ങൾ പൊട്ടന്മാരാക്കുക അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളത്ര വലിയ മാന്യന്മാരെന്നും അല്ലെങ്കിൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം, ഞാനും അത്ര വലിയ മറ്റേ എന്താണ്, അയ്യോ ആരാ മറ്റേ ഗാന്ധിജി അല്ല കേട്ടോ, ഞാനും ഗാന്ധിജി ഒന്നും അല്ല. പക്ഷെ എന്റെ വീഡിയോ കാണുന്നവരെ മണ്ടന്മാരാക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബറായിട്ടും ഒരു കൈ കൊടുത്തിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പ് വേണ്ടെണ്ണ. കാരണം വേറൊരുത്തൻ തെറ്റ് ചെയ്യുന്നതാണ്ടാ ഞാൻ പറയും, ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ പരിപാടി നടക്കുകയല്ല. അതുകൊണ്ട് എനിക്കത് വേണ്ട. എനിക്കിത് ഈ വീഡിയോ കാണുന്നവരാണ് കുറച്ച്, അവർ കാരണമാണ്, അവർ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമ്മൾ മാമുണ്ടുന്നത്. സോ എനിക്ക് അവര് മതി കേട്ടോ അണ്ണ. ഇത് നിന്റെയൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പും ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ വിവികണ്ണം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിവികണ്ണം പുലിയല്ലേ, വിവികണ്ണം പറയുന്ന നമുക്ക് കുറച്ച് കേട്ടല്ലോ, മഞ്ഞ തൊപ്പിയൊക്കെ ഉണ്ട് ഇന്നു. ബാ ഇത് വന്നിട്ട് പറയുന്നത് ഞാൻ ഗൂഢാലോചന ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്ത് കണ്ടു, അങ്ങനെ ചെയ്ത് കണ്ടു. ഞാൻ എന്ത് ചെയ്ത കണ്ടു? ഞാൻ എന്താണ് ഗൂഢാലോചന ചെയ്തത്? എനിക്കിതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് ഞാൻ പറയാം. ഞാനൊരു വ്യക്തിയെ ആദ്യം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യമേ വീഡിയോസ് എല്ലാം ഇട്ട് തുടങ്ങിയത്. പിന്നെ എനിക്ക് അത് മാറ്റേണ്ടി വന്നു. ഞാൻ കണ്ടിന്യൂസ്ലി ആ വ്യക്തിക്കെതിരെ ഞാൻ നെഗറ്റീവ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയോ വളരെ ചീത്ത വിളിച്ച് സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനേജറുടെ അണ്ടറിലേ ഞാൻ നിന്നിട്ട് വീഡിയോ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ആ വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്തൊരു ഒരു പയ്യൻ്റെ കാര്യം കൂടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് പറഞ്ഞത്. അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഈ വ്യക്തിയും എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അത് കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് തെറ്റാണ്. ഇതിനകത്ത് വേറൊരു അപ്പൊ അണ്ണൻ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ് അണ്ണൻ ചെയ്തത് തെറ്റാണ് എന്ന്. ഇത് ഇന്നലെ ഒക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കുറെ പേര് പറഞ്ഞു ഞാൻ വിവിയെ സപ്പോർട്ട് ചെയ്യാന്ന്. വിവി ഇത് കാണുന്നുണ്ടെങ്കിൽ കുറെ ചേട്ടന്മാരിവിടെ പറഞ്ഞടാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുവാണെന്ന്. എനിക്ക് നിന്നെ അറിയാൻ പോലും പാടില്ല. നിന്നെ ഞാൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ. അതെന്തിനാ നീ കാണിച്ച ഈ ഒരു തെറ്റാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും പറഞ്ഞില്ല. അതാ പ്രശ്നം. അതായത് നീ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത്, വിട്ടതിനകത്ത് നീ ഇന്നൊരു കഥ പറയുന്നുണ്ട്. ഇത് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞുള്ളൂ. ഇത് വോയിസ് ക്ലിപ്പ് വിവിയും വിടുന്നുണ്ട്, ഈ പറഞ്ഞ സായി ഒക്കെ വിട്ടോണ്ടിരുന്ന പരിപാടി അല്ല ഇത്, അല്ലേ? വിവി കാണിച്ച തരാത്ത ഏറ്റവും വലിയൊരു തെറ്റം തോന്നിയത് അവനിന്ന് ഇവിടെ സമ്മതിക്കുകയും ചെയ്തു. അതായത് 3 നേരം ഈ വീഡിയോ തന്നെ അയാളുടെ ആ ഒരു വ്യക്തിയെ പറ്റി തന്നെ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നത്. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേറെ ഒരാളുടെയും കൂടെ ഇടയ്ക്ക് ഇടുന്നവരെ ഞാനും കാണിക്കാറില്ലേ. ഞാൻ ഇന്നലെ നമ്മുടെ അണ്ണനെ പറ്റി 2 വീഡിയോ ഇട്ടു. അതായത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം, പക്ഷെ ഞാൻ ഈ ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഇടുന്നില്ല. ഒരു ദിവസം 3 എണ്ണമൊക്കെ എനിക്ക് വയ്യടേ. അതും ആ വ്യക്തി നാളെ ആവട്ടെ ഇടാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്നാൽ ആ ഒരു വ്യക്തിയെ മാത്രം ഞാൻ കുത്തി ഇടുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ബാക്കി കുറെ എണ്ണത്തിന് ഇപ്പൊ ഈ നമ്മുടെ സായി അണ്ണനും വിവിയാണ് മെയിൻ ഒരു കഥാപാത്രങ്ങളിൽ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 2-3 വീഡിയോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എന്നാ ഭ്രാന്തവും. എനിക്കറിയാൻ പാടില്ല. അണ്ണനപ്പോ അത് സമ്മതിച്ചു കേട്ടോ, അണ്ണൻ ചെയ്ത തെറ്റാണെന്ന്. അണ്ണ ചെറ്റത്തരം അണ്ണൻ ആ കാണിച്ച ചെറ്റത്തരം. ആയിക്കോട്ടെ, ജനങ്ങൾക്ക് എല്ലാം അറിയാം ജാസ്മിൻ എന്താ കാണിച്ചത്, നമ്മളെല്ലാം കാണുന്നത്, നമ്മളെല്ലാരും പറയുന്നതാണ്. പക്ഷെ ഒരു ദിവസം 3-4 വീഡിയോ അയാളെ തന്നെ പറഞ്ഞുകൊണ്ടിടാനായിട്ടുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടാത്തോണ്ടാട്ടോ, എന്റെ തെറ്റായിരിക്കാം, ക്ഷമിക്കുകയാണ്. വിവിച്ചേട്ടാ ഒന്നും ചെയ്യല്ലേ, ബാക്കി നമുക്ക് കാണാം. അടുത്തൊരു വിഷയം ഞാൻ പറയാം, സായിയുടെ കേസ്. സായി ഇപ്പം വന്നിരുന്ന് വലിയ പുണ്യാളൻ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്, ഞാൻ വോയിസ് എടുക്കും, ഞാൻ അത് ചെയ്യുന്നവനാ, എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇതാന്നൊക്കെ കുറേ ഡയലോഗാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീ പറയുന്നത് കേട്ടു. ആരും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവളുടെ അടുത്ത് എന്തോ ഇതാണ്. ഒരു രീതി പോലും, ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ആ പറയുന്ന വ്യക്തിയെ
മോശമായിട്ട് ഞാൻ രീതി നോക്കിയിട്ടുമില്ല, ഞാൻ മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ ഞാൻ ഒരു കാര്യം പറയാം, നീ വന്നിരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് പറയുന്നു സായി ഞാൻ വോയിസ് ഇടുന്നവനാ, ഇവനാരും വിശ്വസിക്കില്ല, കൂടെ ഉള്ളവരെല്ലാവരും നീ സൂക്ഷിച്ചോ എന്നൊക്കെ നീ ഇത് പറയുന്നു. എടാ ഞാൻ നിന്നെ കണ്ടാണ് ഇൻസ്പയർ ആയത്, അതെനിക്കറിയാം. കാര്യം നീയാണ് ഈ വോയിസിൻ്റെ സംഭവം ആദ്യമേ ഇട്ട് തുടങ്ങിയതുമല്ല. അപ്പം ഞാൻ കാര്യം നമ്മളെല്ലാവരും യൂട്യൂബിൽ പലരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഓരോരുത്തരെ കണ്ടിട്ട് പഠിച്ച് ഭയങ്കര ഇൻസ്പയർ ആയിട്ടായിരിക്കും. ഞാനിത് നിന്നെ ഇൻസ്പയർ ചെയ്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇതിൽ പല വിഷയങ്ങളും ഓരോരുത്തർ പുറത്തുവിടുന്നു. ഈ പറയുന്ന വ്യക്തിയുടെ വാപ്പയെ പറ്റിയിട്ട് അറേബ്യൻ ബേക്കേഴ്സിൻ്റെ അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ ഇടുന്നു. നീ പറയുന്നു ഈ വ്യക്തിയുടെ നീ വളരെ നല്ല ഫ്രണ്ടാണെന്ന്. നീ എന്തുകൊണ്ട് ഒരു കോൾ വിളിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നു ആ പുള്ളിയെടുത്ത് എന്ത് പറ്റി, നിങ്ങൾക്ക് ശരിക്കും സുഖമില്ലേ, പക്ഷെ നിങ്ങളെ നാട്ടുകാർ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ ഭയങ്കരമായിട്ട് വന്നിരുന്ന് എന്നിട്ട് നീ അന്ന് വീഡിയോ ഇട്ട് എന്തെല്ലാം ചെയ്തു. എടാ ആ വ്യക്തി നിനക്കെതിരെ കേസ് കൊടുത്തതാണ്. അതിനെപ്പറ്റി നീയും ഈ അണ്ണനെ കണ്ടല്ലേ ഇൻസ്പയർ ആയത്? എന്റെ മോനെ എനിക്ക് വയ്യ. ഞാൻ വിചാരിച്ച ഞാൻ മാത്രമേ ആ മണ്ടത്തരത്തിനകത്ത് പോയി വീണ്ടുള്ളത്. നീ പെട്ടതാ അല്ലേ? കൊള്ളാം. എന്തായാലും ഞാൻ ഇൻസ്പയർ ഒക്കെ ആയി. പക്ഷെ അണ്ണന്റെ കണക്ക് മറ്റേ ഓഡിയോ ക്ലിപ്പോ അവിടുന്ന് ഇവിടുന്ന് റെക്കോർഡ് ചെയ്തെടുത്ത് മേടിച്ച് വെക്കുന്ന പരിപാടിയൊന്നും നമ്മൾ അധികം ചെയ്തിട്ടില്ലടാ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇൻസ്പിറേഷൻ അധികം കിട്ടിയിട്ടില്ല. നീ പക്ഷെ അതിനകത്തും അങ്ങ് ഇൻസ്പയർ ആയിപ്പോയി. അതാണ് നിനക്ക് ഈ പണി കിട്ടാനുള്ള കാരണം. അപ്പൊ അണ്ണനാണ് പിള്ളേർക്കൊക്കെ ഈ ഇൻസ്പിറേഷൻ കൊടുത്തോടുത്ത് ഇങ്ങനത്തെ വരെ പരിപാടിക്ക് ഇറക്കി വിടുന്നേ അല്ലേ? എന്റെ അണ്ണ സമ്മതിക്കണം. സൂപ്പറാ എന്റെ പൊന്നെ. ബാക്കി കാണു കുറെ ഉണ്ട്. ഇനി ഇവന്റെ ഇനി അധികം വേണം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ കുറെ പേര് ഇത്. എടാ ഇല്ലെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ഒരു സാധനം പറയും, അത് കേട്ടോ. എല്ലാ രീതിയിലാണ് വളച്ചൊടിച്ചുകൊണ്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിന്റെ വോയിസ് ഇട്ടതിൻ്റെ കേന്ദ്രി നിനക്കുണ്ടെങ്കിൽ അത് നീ ശരിക്കും ഈ രീതിയിലല്ല തീർക്കേണ്ടത്. നീ എന്നെ അടിക്കാൻ വേണ്ടി 4 സൈഡിൽ നീ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരുന്നു. നീ എന്താണ് എന്ന് നിന്റെ റിയൽ ക്യാരക്ടർ നീ ബിഗ് ബോസിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. നീ എന്തോ മല മറിക്കുമെന്ന് പറഞ്ഞ് കാരണത്തിരുന്ന് വന്നിരുന്ന അപരാധം പറഞ്ഞ് നീ വെളിയിൽ ഇറങ്ങിയിടുമ്പോൾ നീ വെറും പൂച്ചയാണ്. നീ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരുത്തനാണ് എന്ന് നല്ല വ്യക്തമായിട്ട് നമുക്കറിയാം. നീ വന്നിരുന്ന് ഇപ്പം വലിയ എന്തോ സീക്രട്ട് ഏജൻ്റാണ്, ഞാൻ എന്താ മറ്റേതാ മറിച്ചാണെന്നൊക്കെ അതെൻ്റെ പൊന്നളിയാ നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. നീ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഉണ്ടാക്കാൻ നിൽക്കില്ല. നിന്റെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാതെ വന്ന് വീടിക്കകത്ത് ഇത് ചെയ്യുന്നു, നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊന്നുമല്ല. എത്ര രീതിയിലാണ് നിന്റെ സംസാരം, നീ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള രീതി. അണ്ണാ ഈ ഒരു കാര്യത്തിൽ മാത്രം അണ്ണൻ എന്നോടും തോന്നല്ല, ഈ വിവി പറഞ്ഞതിനോട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഇവനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അണ്ണൻ ആ ഒരു സാധനം ഉണ്ട്. അണ്ണന്റെ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ അണ്ണൻ ആൾക്കാരോട് ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു അണ്ണന്റെ ഒരു പുച്ഛമുണ്ട് എല്ലാവരോടും. ഞാൻ എന്തോ സെറ്റപ്പ് ബാക്കിയെല്ലാം നാട്ടുകാർ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ വരെ താൻ പുച്ഛിക്കുന്നത് ഞാൻ എടുത്തു വെച്ച് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരാൾക്ക് ഇപ്പൊ ഞാൻ ഒരാൾക്ക് പുച്ഛം കൊടുക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരാൾ പുച്ഛം തരുമ്പോൾ മനസ്സിലാകാതിരിക്കാൻ ഞാൻ പൊട്ടനല്ലതാ. നിങ്ങളുടെ വീഡിയോയ്ക്കകത്തൊന്നും അത് മനസ്സിലാവും. ആ ഒരു പരിപാടി അണ്ണനുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ വിവി അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് പൊക്കാനൊന്നും പോണില്ലേ. വിവി നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ അവൻ കാണിച്ചത് തെറ്റതാണെന്ന്. അത് കൂടാതെ ഈ വീഡിയോ ഒന്ന് ഫുള്ള് പോയി കണ്ടാൽ മതിയേ. ഞാൻ എല്ലാം ഒന്നും വെക്കുന്നില്ലേ, വെറുപ്പ. ഈ വീഡിയോക്കകത്ത് വിവിയും പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഞാനും ഒക്കെ ഉടായ്പ എന്ന് പറയുന്നുണ്ട്. ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും ശരിയല്ല, ചെയ്തതൊന്നൊക്കെ വെച്ച് പറയുന്നുണ്ട്. എനിക്കപ്പോ ഇവന്മാരോടൊക്കെ ഇതാ ചോദിക്കാനുള്ളത്. ഇത്രയും നേരം നിറയെ ഒരു പരിപാടി ഇല്ലാത്തവന്മാര് നിങ്ങളോടല്ല പറയണ്ടേ, നിങ്ങളെയൊക്കെ ഈ വിശ്വസിച്ച് കുറെ പേര് കാണാതിരിക്കില്ല, അവരോടാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരിപ്പം പറയുന്ന എല്ലാം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ജനങ്ങളെ ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അവര് തന്നെ പറയുന്നുണ്ട് അവരുണ്ടായിപ്പാണ്, അവര് കാണിക്കാത്ത പരിപാടികളൊന്നുമില്ല. സായണ്ണ പക്ഷെ അതിനകത്തൊരു വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് സായണ്ണന്റെ വീഡിയോട്ട് പോവാം. ഞാൻ വിവി ഒരു പരിധി കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ വിവിക്ക് വിവിയുടെ മറ്റേ സംസാരത്തിൽ നിന്നുണ്ടത്. പിന്നെ ആദ്യമേ അവൻ തന്നെ പറഞ്ഞല്ലോ അവൻ കാണിച്ചൊരു വൃത്തികേട് ആ കൊച്ചിനെ 3 തവണ. അത് ഇപ്പോഴാന്ന് തോന്നുന്നു അണ്ണന് മനസ്സിലായില്ല. ഇത്ര നാളാണെന്ന് മനസ്സിലായില്ലായിരുന്നല്ലേ കാണിക്കുന്ന ഒരു വൃത്തികേട് അതാണെന്ന്. അതൊരു പെങ്കൊച്ച്, അതും വീണ്ടും എടേ അതൊരു ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഒരു മടുപ്പില്ലേ? ആദ്യത്തെ 1 2 ദിവസം ഓക്കെ, 3 ദിവസം ഓക്കെ, 4 ദിവസം ഓക്കെ, 5 ദിവസം 2-3 ആഴ്ചക്ക് ഇത് തന്നെ പിന്നെയും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മടുക്കത്തില്ലേ ഇതിനും മാത്രം എന്താ അതിനകത്ത് പറയാനുള്ളത്? ഇന്ന് ജാസ്മിന്റെ ഉപ്പാന്റെ എന്താണ് വോയിസ്, നാളെ അഫ്സലിന്റെ വോയിസ്, അടുത്ത ദിവസം ഇങ്ങനെയാ പോണത്. അത് ഒരു ദിവസം തന്നെ 3 എണ്ണം ഒക്കെ. എങ്ങനെ പറ്റുന്നു? എനിക്കും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉഡായ്പ് കാണിക്കാറുണ്ടെണ്ണ. ചുമ്മാ പറഞ്ഞ കേട്ടാ, ഉഡായ്പൊന്നും കാണിച്ച് എന്നെ ഒന്നെണ്ണ ഞാൻ വെറുതെ പറഞ്ഞു. എന്നെ ഇനി വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും വേണ്ടേ. എനിക്ക് ആരുടെ ഒരു കമ്പനിയും വേണ്ട. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞ് ജീവിച്ചോളാം. എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയും. അത് അതിനകത്തൊരു വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ ഈ സായണന്റെ വീഡിയോ ആയിട്ട് ഒരുപാട് ലെങ്ത് ആയില്ലെങ്കിൽ ഞാൻ അതും കൂടെ പറയാം. ഇത് കാണാം.
നീ ഇപ്പോൾ ഈ 2 ദിവസം മിണ്ടാതിരുന്ന് 3-ാമത്തെ ദിവസം കുത്തിപ്പൊങ്ങി വരുമ്പോൾ നീ എവിടെയൊക്കെ പോയി കരഞ്ഞു, ആരോടൊക്കെ നിനക്ക് ബാക്കപ്പ് ചോദിച്ചു. എനിക്ക് ഒരാളുടെ ബാക്കപ്പും വേണ്ട, ഈ ഒരു മനുഷ്യൻ്റെ ബാക്കപ്പ് എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയും, മനസ്സിലായോ? നീ പറഞ്ഞ പോലെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വന്നതെല്ലാം പറഞ്ഞാൽ എൻ്റെ കൺമട്ടത്തോ എൻ്റെ കൈവാക്കിലോ കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും. ഇനി അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് വഴിക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഞാൻ റെഡിയാണ്. അത് ഞാൻ നിനക്ക് തരും. അത് നിനക്ക് ആര് തന്നില്ലെങ്കിലും ഞാൻ പൊട്ടിക്കും, അത് ഉറപ്പാണ്. അപ്പോ അത് സംഗതി എന്താണെന്നറിയാവോ? ഈ വിവി പറഞ്ഞായിരുന്നു, നീ വാടാ വീട്ടിലേക്ക്, നിന്റെ കൂട്ടുകാരൻ എന്റെ വീടിന്റെ അടുത്തില്ല, നീ വാടാ വന്നെന്നെ ഇടിക്കാൻ പാടാന്നൊക്കെ പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് സായി ഇവിടെ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് സായിയോട് ചോദിക്കാനുള്ള, സായി അണ്ണൻ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എനിക്ക് ആരുടെയും ബാക്കപ്പിന്റെ കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നില്ലേ? താൻ ഇവിടുന്ന് ബിഗ് ബോസിലോട്ട് പോയപ്പം തന്റെ ബാക്കപ്പായിട്ട് തന്റെ വീഡിയോ ഈ യൂട്യൂബ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന വീഡിയോ ഇട്ടത് താങ്കളുടെ കൂട്ടുകാരനായിട്ടുള്ള ജിത്തുബായും സ്നേഹ ചേച്ചിയും കൂടെ അല്ലേ? അപ്പൊ അതൊരു ബാക്കപ്പ് പരിപാടി അല്ലേ അണ്ണൻ എനിക്ക് ഒരു ബാക്കപ്പും ഒരു കാര്യത്തിലും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ചോദിക്കുക, അതൊരു ബാക്കപ്പ് പരിപാടി അല്ലേ അണ്ണ? ഇതൊക്കെ ഒന്ന് ചിന്തിക്ക്, എന്നിട്ട് പറ. ഓക്കെ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളാ കേട്ടോ അണ്ണ എനിക്ക് അണ്ണന്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ഈ വീഡിയോയിൽ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വലിയൊരു കള്ളവും ഫീൽ ചെയ്ത് അതുപോലെ തന്നെ ഒരു സങ്കടവും എനിക്ക് തോന്നി. ആ ഒരു സങ്കടം ഫീൽ ചെയ്തതിന്റെ പുറത്ത് ഞാൻ സായി അണ്ണന് ഇന്നൊരു മെസ്സേജ് ഇട്ടു. ഉള്ള കാര്യം പറയാലോ, ഞാൻ സായി അണ്ണൻ ഒരു മെസ്സേജ് ഇട്ടു. അത് ഇട്ടു, അണ്ണൻ എനിക്ക് റിപ്ലൈ തന്നു. പക്ഷെ പിന്നെ ഞാൻ അതിനകത്തോടെ ഞാൻ നോക്കാൻ പോകത്തില്ല. എനിക്ക് എന്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ടാണ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടത്. ആ മെസ്സേജ് ഇട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ബാക്കി വീഡിയോ. നീ ഇപ്പം പറയും നിൻ്റെ കയ്യിൽ ഞാൻ റോബിനെ കുറിച്ച് പറഞ്ഞത്, പൊടിയെ കുറിച്ച് ഞാൻ എൻ്റെ കുറേ വോയിസുകൾ, ഞാനും നീയും അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ റെക്കോർഡ്സ് എടുത്ത് വെക്കാറില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ നീ എല്ലാവരും റെക്കോർഡ് എടുത്ത് വെക്കുന്നുണ്ട്. വൈ? എന്തിന്? നീ അത് പുറത്ത് വിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോന്നായിട്ട് നീ പുറത്ത് വിടും, നിനക്ക് വ്യൂസ് കിട്ടും. സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ ട്രോള് വരും. കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ വന്നു ഇതാണോ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയും. പക്ഷെ അതിലും വലിയൊരു എക്സ്പോസിങ് അവിടെ നടക്കും. എന്താ പറയുക, ഫ്രണ്ട്സ് തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന അടക്കം എടുത്ത് വെച്ച് കോൾ റെക്കോർഡ് പുറത്ത് വിടുന്ന കോൾ റെക്കോർഡ് മാഫിയ ആണ് നീ എന്നുള്ളത് എക്സ്പോസ് ആവുകയാണ്. നീ ശരിക്കും വിടാൻ വേണ്ടേ? അല്ലെങ്കിൽ നീ ചെയ്യുന്ന സ്ഥിരം പരിപാടി ചെയ്യും, വേറെ ഏതെങ്കിലും യൂട്യൂബർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് ചെയ്യും. അണ്ണാ, ഇതിനകത്തുള്ള ഒരു ടൈപ്പ് ഞാൻ കണ്ടുപിടിച്ചത് എന്താണെന്നറിയാവോ? അണ്ണൻ ഇത് അവൻ ഇടാൻ വേണ്ടിയാണോ പറയുന്നത്, അതോ അവൻ ഇടാതിരിക്കാൻ വേണ്ടിയാണോ അണ്ണൻ പറയുന്നത്? അവൻ ഇടാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ നീ ഇടടാ എന്ന് പറഞ്ഞാൽ മതി. ഇത് അണ്ണൻ ഇടാനും പറയും, എന്നിട്ട് അണ്ണൻ തന്നെ മറ്റൊരു സാധനം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും കൂടെ എക്സ്പോസ് ചെയ്ത് നിന്നെ അങ്ങ് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കും. അണ്ണൻ എന്തിനാ അത് പറയുന്നേ? എന്തിനാ അണ്ണ? അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അണ്ണൻ എന്തൊക്കെയോ ഒരു ഉടായ്പ എനിക്ക് അതിനകത്തൊന്ന് ഫീൽ ചെയ്തു. പുറത്തിടണം, അവൻ പുറത്തിട്ടാലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫേസ് ചെയ്യാമെന്ന് മൈൻഡുള്ള ഒരു വ്യക്തിയാണ് അണ്ണനെങ്കിൽ നീ ഇടടാ എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇട്ടതിന്റെ പുറത്ത് അവന് പ്രശ്നം വരും, അവൻ എക്സ്പോസ്ഡ് ആവും, അവനെ ആളുകൾ ഇങ്ങനെ പറയും. ഇതൊക്കെ എന്തിനാ അണ്ണ പറയും? ഇതൊക്കെ അവൻ ചിന്തിക്കട്ടെ. എന്തിനാ അണ്ണ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് സാധാ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാൻ പോകത്തില്ല, ഇതിനകത്തൊരു ഉടായ്പ ഫീൽ ഉണ്ടല്ലോ എന്ന്. ഞാൻ ചിന്തിക്കും കേട്ടോ അണ്ണ, എനിക്ക് അങ്ങനെ തന്നെ തോന്നി. എത്ര പേർക്ക് ഇത് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ ഇടണേ. കാരണം അതല്ലേ കാണിച്ചത്, എന്താ ഇട് നീ ഇടറാ മോനെ പുറത്ത്, നീ ഇട്. എന്നിട്ട് പുള്ളി തന്നെ നീ ഇട്ടാ നീ എക്സ്പോസ്ഡ് ആവും, നിന്നെ ആൾക്കാർ നെഗറ്റീവായി ചിത്രീകരിക്കും. എന്തിനാണ് അതൊക്കെ പറയുന്നത്? ഇറ്റ്സ് ടു വൃത്തികെട്ട കളിയണ്ണ. എനിക്ക് അങ്ങനെ തന്നെയാ ഫീൽ ചെയ്യുന്നത്. എന്റെ പെർസ്പെക്റ്റീവ് ആണ് അണ്ണ. ബാക്കി അറിയണം, ലോകം മൊത്തം അറിയണം. ഞാൻ പറയുമ്പോൾ ഇന്നാ ജാസ്മിൻ വന്ന് ലൈവിൽ പറയുന്നത് കേട്ടില്ലേ, ചങ്ക് കാർന്ന ജാസ്മിൻ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി വല്ലാത്ത കുത്തിപ്പോയെന്ന്. ആണ് ആക്സെപ്റ്റ് ചെയ്താൽ പോരെ. വേറെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ആക്സെപ്റ്റ് ചെയ്താൽ മതി. സിമ്പിളാണ്. ഞാനും പൊട്ടേ, നീയും പൊട്ടേ, നമ്മളൊക്കെ പല രീതിയിലുള്ള കളികളും കളിച്ചിട്ടുണ്ട്, പല വർത്താനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിന്ന് കുത്തുമ്പോൾ അത് പറഞ്ഞിട്ട് ചെയ്യേണ്ടിയിരുന്നു. നമ്മളൊക്കെ പല കളികളും കളിച്ചിട്ടുണ്ട്, നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ വെറും പൊട്ടയാ. കേട്ടല്ലോ സബ്സ്ക്രൈബ് കുട്ടന്മാരും അവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ മറ്റേ തെറി വിളിക്കാൻ വരുന്ന മാമന്മാരും ഒക്കെ കേട്ടല്ലോ. നിങ്ങളുടെ കുട്ടൻ തന്നെ ഈ പറയുന്നത്. പലതും ചെയ്യും, പലതും പറയും. ഇങ്ങനെ പലതും ചെയ്യുകയും പലതും പറയുകയും ചെയ്യുന്നവൻ ഒരു വിഷയത്തിൽ അവൻ സംസാരിക്കുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റി, അവനെ പറയുന്ന കാര്യത്തിനോട് നമ്മൾ എന്ത് വിശ്വസിക്കും? അതാണ് എന്റെ ചോദ്യം. എങ്ങനെ വിശ്വസിക്കും? ദാറ്റ്സ് മൈ ഓൺലി ക്വസ്റ്റ്യൻ. അവരെല്ലാം പറഞ്ഞു, എനിക്കും അതൊക്കെ പറയാനുള്ള ഞാൻ ഇവിടെ പറയും. കുറെ പേര് ഇപ്പൊ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, നീ അത്ര നീറ്റാണോ,
എടോ ഞാനും ഒക്കെ എന്റെയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണൂടോ, മനസ്സിലായില്ലേ? ആരും നീറ്റല്ല, ലോകത്ത് ആരെങ്കിലും നീറ്റാണോ? അല്ല. പക്ഷെ ഞാനൊരു കാര്യം ഇവിടെ നിങ്ങളോട് പറയും. അതായത് ഞാൻ കാണുന്ന ഒരു തെറ്റ് അതിനെ വെളുപ്പിക്കാൻ ഞാൻ പോകത്തില്ല. അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്നവരെ പറ്റിച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്ക് വേണ്ട. അവർക്കൊരു പുച്ഛം കൊടുത്തിട്ടുള്ള ഒരു പരിപാടി എനിക്ക് വേണ്ട. അത് നിലനിൽപ്പ്, അത് ഒരു അങ്ങനെ നിന്നാ ഒന്നും കേൾക്കത്തില്ലടോ, മനസ്സിലായില്ലേ? അത് ശരീരത്തിൽ പിടിക്കുകയല്ല. കാണുന്നവർക്കൊരു പുച്ഛവും കൊടുത്ത് അവർ വേറെ മണ്ടന്മാരാണെന്ന് തോന്നിച്ച് അത് വേണ്ട എനിക്ക്. അത് എന്നെ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ അറിയായിരിക്കും. ഞാൻ ചില ആളുകൾ എന്നെ നോട്ടീസ് ചെയ്യുക, അവർക്ക് ചില ആളുകളെന്നല്ല എല്ലാവർക്കും, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില ആളുകളുടെ ചില മെസ്സേജുകൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുകയാണെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ സംസാരിക്കാറുണ്ട്. ചില തെറി പറയുന്നവരെ നല്ല പച്ചത്തെറിയും പറഞ്ഞു വിടാറുണ്ട് ഞാൻ. ഓക്കെ, അതുപോലെ എനിക്ക് ഇപ്പോഴും അറിയാം. ആ പയ്യനിപ്പം വീഡിയോ കാണുന്നത് ഒരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു, അബി എന്നൊക്കെ പറഞ്ഞൊരു പയ്യനുണ്ട്. എനിക്ക് അറിയത്തില്ലടാ മോനെ നീ കാണുമെന്ന്. എനിക്കെന്തോ അവൻ മിക്കതിനും വന്ന് കമന്റ് ഇടും, അവനുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ഞാൻ ഇപ്പോഴും എന്റെ പേര് ഓർത്ത് വെച്ചിട്ടുണ്ട്. എടോ അതൊക്കെ ഞാൻ അങ്ങനെയാ കേട്ടോ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കൂടുതൽ കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. അതാ ഏറ്റവും നല്ലത്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് യൂട്യൂബ് എനിക്ക് അറിയില്ലാത്ത ഈ ഒരു ഫീൽഡിൽ നിന്ന് അധികം ഫ്രണ്ട്സ് ഒന്നും വേണ്ട. കാരണം എന്റെ അങ്ങനെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞുള്ള പ്രശ്നം, എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അവരുടെ അതിനകത്തിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് അല്ല, അത് ഇല്ലാതാകും എന്നൊരു സാധനം വെച്ച് എനിക്കത് വേണ്ട. ഞാൻ തെറ്റ് വേണ്ട പറയൂടെ, ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ബാക്കി നമുക്ക് കാണാം. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമായിട്ട് സൂപ്പറായിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ കയറി വരാതെ വളരെ കൂളായിട്ട് നൈസായിട്ട് ഒരു ഫ്ലോ പിടിച്ച് പോകാം. കാരണം ഒന്നാമത് ഇഞ്ചുറിയും കാര്യങ്ങളും ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി 3 മാസത്തെ പ്രൊസീജിയറൊക്കെ പറയുന്നുണ്ട്. 3 ആഴ്ചത്തെ ഈ ഇരുത്തം പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. ബെൽറ്റ് ഇടണം, കിടക്കണം, താഴാൻ പാടില്ല, പല സീനുകളാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെ കുത്തിയവൻ ഒരു ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് പിന്നെയും മെഴുകുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ. ഇത് ജാസ്മിൻ്റെ ലൈവ് കണ്ടത് ആ ദേഷ്യമാണ്. നമ്മളങ്ങോട്ട് കുത്തി കീറി വിട്ടിട്ട്. എടോ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയമാവുന്നുണ്ട് ഈ വീഡിയോ. എനിക്ക് മാക്സിമം ഇനിയിപ്പോൾ അധികം ലെങ്ത് ആക്കിയിരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അപ്പം അണ്ണം ഈ ഒരു കാര്യം പറഞ്ഞില്ല, എനിക്ക് 2 രീതിയിലാണ്, 2 പെർസ്പെക്റ്റീവ് അണ്ണൻ ഈ പറഞ്ഞതിനകത്ത് തോന്നിയത്. ഒന്ന്, അണ്ണൻ വെളുപ്പിക്കാൻ, അണ്ണന് കുറെ നെഗറ്റീവ് അടിച്ച് കുറെ ആളുകൾ പലതും പറഞ്ഞ് ആട്ടുന്നുണ്ട്. അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ അണ്ണൻ ഒരു വയ്യാഴിക പറഞ്ഞ് സ്കൂട്ടാവുന്നതാണൊക്കെ എനിക്ക് തോന്നി. അത് ഒരു പെർസ്പെക്റ്റീവ്. വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതാണ് എനിക്ക് വിഷമം വന്നത്. അണ്ണന് ശരിക്കും വയ്യാൻ തോന്നുന്നു. ഹെൽത്ത് വൈസ് പുള്ളി ഭയങ്കര വീക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എന്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മനസ്സാ എനിക്ക് ആ ഒരു കാര്യത്തിലുണ്ട്. എനിക്ക് ഒരാളെ ഭയങ്കര വിഷമിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി അത് കാണിക്കുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നി. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഉള്ളത് പറയുക. പക്ഷെ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് വെക്കാനോ അതിനെപ്പറ്റി കൂടുതൽ എണ്ണം പറഞ്ഞതിന് അതിനകത്തൊന്നും ഞാൻ വരുന്നില്ല. അതിന്റെ പേരിൽ എനിക്ക് ആ ഒരു സങ്കടവും തോന്നി ഇത് കണ്ടപ്പോൾ. പിന്നെ ആദ്യമേ ഞാൻ ചിന്തിച്ചു, ഇവൻ വീണ്ടും ഇവനെ വെളുപ്പിക്കാൻ വേണ്ടി സാധാരണ ഉണ്ടല്ലോ നമ്മൾ ഈ വയ്യാഴിക പറയുമ്പോൾ എല്ലാവർക്കും നമ്മളോട് അലിവ് തോന്നും. ആ ഒരു പരിപാടി കാണിക്കാനും പിന്നെ ഇവ വന്നിരുന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നി സത്യം പറയാലോ. ഇത്രയും ദിവസം ഇന്നലത്തെയൊക്കെ വീഡിയോയുടെ കഥകളും, കാരണം ഇന്നലെ വന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ തെളിവുകൾ കൂടെ കൊടുക്കും, അതിടും, ഇനി അങ്ങോട്ട് കുറെ എന്തൊക്കെയോ പറഞ്ഞതാ. അതൊന്നും കാണാൻ വന്നപ്പോഴും ഈ ഇരുന്ന് കുറെ മറ്റേ വിഷമിച്ച് തൂങ്ങിയിരുന്ന് ഇത്രയും കഥയൊക്കെ പറഞ്ഞപ്പോഴും ലാസ്റ്റ് വന്ന് ഒരു ടൈം ആയപ്പോ, വീഡിയോയുടെ ലാസ്റ്റ് ഒന്നുമല്ല, ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു കഥയും കൂടെയാണ് എന്റെ വക. വയ്യാഴി ഇത് കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ വീണ്ടും വെളുപ്പിക്കുക, കുറെ ആൾക്കാരുടെ സെന്റിമെന്റൽ ആ ഒരു സാധനം പിടിക്കുക, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഇതും കൂടെയാണ് വയ്യ, ഒന്നെങ്കിൽ ചിലപ്പം ഇതായിരിക്കും, തീരെ വയ്യായിരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു സാധനം തോന്നിയപ്പോ ഞാൻ പുള്ളിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ടു. അതായത് എന്തായിരുന്നു, പ്ലീസ് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഇൻസ്റ്റ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞാനെടുത്ത് റിയാക്ട് ചെയ്യും, അതിനകത്ത് എനിക്ക് കള്ളങ്ങൾ തോന്നിയിട്ടുണ്ട്, ഞാനത് റിയാക്ട് ചെയ്യും, എന്നോട് ഡോണ്ട് ഫീൽ ബാഡ് ഓൺ മീ. അതുപോലെ തന്നെ അതും പറഞ്ഞു. ലാസ്റ്റ് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഇത്രയും ഞാനൊരു മെസ്സേജ് പുള്ളിക്ക് അയച്ചുള്ളൂ. ഇത് ഞാൻ അയച്ചു, പുള്ളി അത് കാണുകയും ചെയ്ത് എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടു, എന്ത് കള്ളത്തരോ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് എന്തൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടില്ല. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കാൻ പോയിരിക്കുമായിരുന്നു. എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ സത്യങ്ങൾ അറിയണമെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ പറഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പുള്ളി മെസ്സേജ് ഇട്ടു. ഞാൻ പിന്നെ നോക്കാൻ പോയില്ല, നോക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അത് നോക്കിയിട്ട് ഞാൻ പിന്നെ നോക്കുകയും ചെയ്യാതെ വീഡിയോ എടുക്കാൻ വന്നത് എന്താണെന്നറിയോ, എനിക്ക് പുള്ളി പറയുന്നത് കേട്ടിട്ട് വീഡിയോ ഇടണ്ട. ഞാൻ കണ്ടതിനകത്ത് എനിക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആ ഒരു വില പുള്ളി എനിക്ക് തരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ അങ്ങനെ എന്തോ മെസ്സേജ് ഇട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്കത് കാണണ്ട. ഞാനത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോകും, വേണ്ട, അങ്ങനെ എനിക്കറിയണ്ട. എന്റെ ഒരു മനസ്സിൽ
ശരിക്കും ആ ഒരു വ്യക്തിക്ക് വയ്യായെങ്കിൽ, എന്നോട് ഒരാൾ വയ്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഈ കാണിക്കുന്ന പരിപാടികളൊക്കെ ഉള്ളട്ടെ ഇമോഷണലി ഒക്കെ ഞാനും എനിക്കൊരാളെ അങ്ങനെ പറ്റിക്കുക അങ്ങനത്തെ പരിപാടി നമ്മളെ കൂടെ പറ്റുകയല്ല. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടവും തോന്നി. ഉടായ്പ് ആണെന്നുള്ളൊരു മൈൻഡ് ഉണ്ട് ഒരിടത്ത് കാണിക്കുന്നതൊക്കെ, എന്നാലും ഒരാൾ വയ്യ എന്ന് പറഞ്ഞ് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു കൊള്ളല്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടത്, നിങ്ങളോട് ഉള്ളത് പറയുകയാണ്. അതുകൊണ്ട് അതാ ഇപ്പൊ എത്ര വലിയൊരു ശത്രു, എനിക്ക് പുള്ളിയോട് പേഴ്സണൽ ഗ്രഡ്ജും തേങ്ങയൊന്നുമില്ല, ഞാൻ പണ്ടേ പറയാറുള്ള കാര്യം. പക്ഷെ എന്നാലും അയാളുടെ ഭാഗത്ത് തെറ്റ് കണ്ട് നമ്മൾ തെറ്റുള്ളൊരു തെറ്റാണെന്ന് തോന്നുമ്പോൾ അത് ഞാൻ ഇവിടെ ഇരുന്ന് പറയും. പക്ഷെ അയാൾക്ക് വയ്യ എന്നും കൂടി ഒരു സാധനം അവിടെ കാണിക്കുമ്പോഴത്തേക്ക് ഒന്ന് പോയി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. എനിക്കത് തോന്നിയില്ലല്ലോ, ആ ഒരു ചെയ്തതിനോട് എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ നിങ്ങളോടും കൂടി അതൊക്കെ പറഞ്ഞു തരാം. എന്തായാലും ഞാനത് ചെയ്തു, അങ്ങനെ ഒരു കാര്യം. എനിക്ക് അതിനകത്ത് നോ റിഗ്രറ്റ്. അത് ഒരു മനുഷ്യനല്ലേ, അത്ര ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന്. സോ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു തരാം. വേറൊന്നും അല്ല, വീഡിയോയുടെ എല്ലാ ഉടായ്പ, ടോട്ടലി ഉടായ്പ, 2 ഉടായ്പ, ഇത്രേ ഉള്ളൂ. അത് രണ്ടും പറയുന്നുണ്ട് പല രീതിയിൽ, പല രീതിയിൽ നമുക്കത് മനസ്സിലാവുന്നു. 2 ഉടായ്പ. ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ കഥകളും കൊണ്ട് വരുവാൻ നോക്കാം. അപ്പൊ നമുക്ക് വെച്ച് താങ്ങാടെ. പിന്നെ ആദ്യം ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ല, എന്റെ പൊന്നുമോളെ നീ നിർത്ത് കേട്ടാ, ചുമ്മാ ഇനിയും വന്ന് വെളുപ്പിക്കല്ലേ, നാട്ടുകാരടുത്ത് പൊങ്കാല ഇടും. എനിക്കറിയാൻ പാടില്ല. പിന്നെ ആവശ്യമില്ലാതെ ഒരാളും, എന്റെ വീഡിയോ കാണുന്ന ഒരാളെയും പേഴ്സണലി പോയി മിക്ക വീഡിയോയിലും പറയുന്ന തെറി പറയാൻ നിൽക്കരുത്. ബോറാണ് അത്. നമുക്കൊക്കെ ഇച്ചിരി ഒരു മനുഷ്യത്വം കാണിക്കട്ടെ എല്ലാരോടും. ഓക്കെ.